ഇടതുവശത്ത് കാണുന്നതാണ് മുബാറക്കിയ സൂഖ്. അതിനകത്ത് ഒന്ന് കയറണം. വ്യത്യസ്തമായ കാഴ്ചകളുള്ള ഒരു മാർക്കറ്റാണത്. ഞങ്ങളുടെ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തു. ഞങ്ങൾ സൂക്കിനകത്തേക്ക് നടന്നു. നേരമിപ്പോൾ 2 മണിയായിട്ടുണ്ട്. മനോഹരമാണ് പ്രദേശം. ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ചാരുബെഞ്ചുകൾ, കൂടാരങ്ങളുടെ ചുവട്ടിൽ റെസ്റ്റോറന്റുകൾ. പഴമയുടെ ഇടമാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ആകർഷകമാകും വിധം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുടകളുടെ ചുവട്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന മേശകസേരകൾ. നല്ല തണുപ്പുകൂടി ഉള്ളതുകൊണ്ട് ഇവിടെ ചൂടുള്ള ഭക്ഷണം കഴിച്ചിരിക്കുന്നത് രസമായിരിക്കും. യൂറോപ്പിലെ പഴയ നഗരങ്ങളിലൊക്കെയുള്ള വിധമാണ് ഇതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആളുകൾക്ക് പുറത്തിരുന്ന് ഭക്ഷണം ആസ്വദിക്കാവുന്ന ഫുഡ് സ്ട്രീറ്റുകൾ വരണം. അത് ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും സവിശേഷമായ ഒരു അനുഭവം തന്നെയാണ്. നല്ല ഷെൽട്ടറും ലൈറ്റിംഗും വൃത്തിയും ഭംഗിയുമുള്ള അന്തരീക്ഷവും വേണം. ഇത് കാണുക. എത്രയെത്ര മേശകസേരകളാണ് നിരന്നു കിടക്കുന്നത്. ഇത്ര കാലമായിട്ടും നമുക്ക് കേരളത്തിൽ ഇങ്ങനെയൊരു ഫുഡ് സ്ട്രീറ്റ് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാധാരണ തട്ടുകടകളുടെ കാര്യമല്ല പറയുന്നത്. ആസൂത്രിതമായി തന്നെ അതൊരുക്കണം. വാഹനങ്ങളുടെയും മറ്റും ശല്യമേതുമില്ലാതെ നൂറുകണക്കിന് ആളുകൾക്ക് സൌകര്യപ്രദമായി പാതയോരത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം. ഫുഡ് സ്ട്രീറ്റിന്റെ മറ്റൊരു ഭാഗം മുഴുവൻ അടുക്കളകളാണ്. ആളുകൾക്ക് ഇരിക്കാൻ ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് റെസ്റ്റോറന്റുകളുടെ കിച്ചണുകൾ. ഞാനൊരു അടുക്കളയിലേക്ക് കയറി ചെന്നു. ഇവിടെ ഖുബ്സിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. മധ്യേഷ്യയിലെങ്ങും പ്രചാരത്തിലുള്ള വിഭവമാണ് ഖുബ്സ്. ഖൗബസ് എന്നും ഖുബസ് എന്നും ഖുബൂസ് എന്നുമെല്ലാം പല നാടുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം. കുവൈറ്റിൽ നിർമ്മിക്കുന്ന തരം ഖുബ്സ് ഇറാനിലും ഇറാഖിലുമെല്ലാം പ്രചാരത്തിലുള്ളതാണ്. വലിയ അടുപ്പിനുള്ളിൽ ഭിത്തിയിൽ ഒട്ടിച്ചുവെച്ചാണ് അത് ചുട്ടെടുക്കുന്നത്. തലയിണ പോലുള്ള ഒരു സംഗതിയിൽ വലിയ ഖുബ്സ് വിരിച്ചിട്ട് അത് നേരെ അടുപ്പിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചുവെക്കുന്നു. വെന്തത് ഒരു ചവണ കൊണ്ട് പുറത്തെടുക്കുകയും ചെയ്യുന്നു. വലിയൊരു ഫാക്ടറി പോലെയാണ് അടുക്കളയുടെ പ്രവർത്തനം. ഖുബ്സ് നിർമ്മാണത്തിൽ തന്നെ പല ജോലികൾ പലരായി ചെയ്യുന്നു. മാവ് ഉരുട്ടിയെടുക്കാൻ ഒരാൾ, അതെടുത്തുകൊണ്ടുപോയി പരത്തുന്നവരുടെ അടുത്തെത്തിക്കാൻ ഒരാൾ, പരത്തുന്നതും അടുപ്പിൽ ഒട്ടിക്കുന്നതും വേറൊരാൾ ആയിരിക്കും. മറ്റൊരു ഭാഗത്ത് 2 പേരുടെ ജോലി കബാബിനുള്ള മാംസം കമ്പിയിൽ കോർക്കലാണ്. ഒരു കലാരൂപം പോലെയാണ് അവർ അത് സൃഷ്ടിച്ചെടുക്കുന്നത്. ചേരുവകൾ ചേർത്ത് അരച്ചെടുത്ത മാംസം ഉരുട്ടിയെടുത്ത് പരന്ന ഇരുമ്പ് കോലിന്മേൽ ഒട്ടിച്ചുവെക്കുന്നു. തിളച്ച വെള്ളത്തിൽ കൈമുക്കിയാണ് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ മാംസം കനലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുക.